ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് എപ്പിസോഡ്. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. പോണ വഴിക്ക് ഞാൻ പറയാം എവിടെ പോകുന്നുള്ളത്. സോ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ പോണെ കുറിച്ച് എന്താ പറയാം? ഞാൻ പോകുന്നതിൽ സങ്കടമുണ്ട് എന്ന് അഭിനയ കണ്ണീരുമായി കാണിക്കുന്ന രണ്ട് വ്യക്തികൾ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ നൈറ്റാണ് കേട്ടോ ഇറങ്ങുന്നത്. നമുക്ക് ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് കാലിക്കറ്റ് എയർപോർട്ടിലേക്കാട്ടോ. നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് എയർ അറേബ്യ കേട്ടോ. അത് ഓൾറെഡി ഡിലേ ആണ്, അതായത് കുറച്ച് വെയിറ്റ് ചെയ്യണമെങ്കിൽ. അങ്ങനെ അവരുടെയൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ ചെക്കിങ് ചെയ്യാൻ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പ്രയോറിറ്റി ചെക്കിങ് ആയ കാരണം എനിക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. ഡയറക്റ്റ് പോയി ചെക്കിങ് ചെയ്യാനുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഫ്ലൈറ്റാണ്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം. ഇതൊക്കെ എൻ്റെ ലഗേജ് ആട്ടോ. അത്യാവശ്യം ലഗേജ് ഉണ്ട്. എനിക്ക് മാത്രമല്ല അല്ലാതെ മെച്ചക്കും കാക്കുകളൊക്കെ ഉള്ളതുണ്ട്. നമ്മൾ കാലിക്കറ്റ് നടക്ക് കയറുന്നത്. ഇതിനിടയ്ക്ക് ട്വിസ്റ്റ് ഉണ്ട്, ആ ട്വിസ്റ്റ് വഴിയേ പറയാം. അങ്ങനെ നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് നമുക്ക് ബോഡി മസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ ഫ്ലൈറ്റ് അറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോസിൽ കണ്ട ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റോ നിങ്ങൾക്ക് എൻ്റെ മുഖത്തിപ്പോൾ കാണില്ല, കാരണം എനിക്ക് എട്ടിന് പണി കിട്ടി നിൽക്കുകയാണ്. ആദ്യത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ടും എനിക്ക് അത്യാവശ്യം ഗുലുമകൾ ഒപ്പിക്കാൻ അറിയുന്നത് കൊണ്ടും നല്ല ഗുലുമൊപ്പിച്ചായിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയത് ഇരിക്കുകയാണ്. ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ബോർഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെത്തിയിട്ടോ. നമ്മൾ ഇൻസൈഡൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിൻഡോ സീറ്റ് ആട്ടോ. എൻ്റെ കാക്കു എനിക്ക് നോക്കി വിൻഡോ സീറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുക്ക് ചെയ്തതാട്ടോ. നമ്മൾ എയർ അറേബ്യയാണ് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ആ താഴത്തെ കാഴ്ചകളെ കാണാൻ വേണ്ടി ഞാൻ ആകെ എക്സൈറ്റും കൊണ്ട് ഇരിക്കുകയാണ്. സോ നമുക്കിനി പൊങ്ങിയിട്ട് കാണാം. കുറച്ച് നേരം എനിക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു. വെള്ളവും ചിക്കൻ ഫ്രൈഡ് നൂഡിൽസും ആയിരുന്നു. ഓക്കെ പക്ഷെ എനിക്കിഷ്ടമായില്ല, അത് കാരണം ഞാൻ കഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മെനു ബുക്ക് ഒന്ന് തുറന്നു നോക്കി. പക്ഷേ റേറ്റ് കണ്ടപ്പോൾ അപ്പളേ അടച്ചു വെച്ചു. അതിനുശേഷം ഞാൻ അവിടുത്തെ നമുക്ക് കയറുമ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരുമായിരുന്നു, എങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എക്സിറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ ആ സമയത്ത് അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഞാനത് കണ്ടപ്പോൾ ഇങ്ങനെയാണ് എക്സിറ്റ് ആവാം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ നൈറ്റ് വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ കുറേ നേരം നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ. താഴത്തുനിന്ന് ലൈറ്റ്സ് മാത്രം കാണുമ്പോൾ. ഫൈനലി അൽഹംദുലില്ലാ നമ്മൾ സേഫായിട്ട് ലാൻഡ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മൾ നൈറ്റ് വ്യൂ ആണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക കാണാമെന്നുള്ളത്. പക്ഷെ അല്ല, ഈ മോർണിംഗ് സണ്ണ് വരുന്നതിൻ്റെ ആ ഭംഗിയാണ് ഏറ്റവും ഭംഗി. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് നമ്മൾ ചെക്കൗട്ടിന് അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. എക്സിറ്റ് ആവാൻ വേണ്ടി പോകണമല്ലോ. അപ്പം അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പെട്ടു, നല്ല തിരക്കായിരുന്നു. അതിനുശേഷം നമ്മളെ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മളെ ലഗേജ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുറേ പാടുപെട്ടിട്ടാണ് ഈ ലഗേജിൻ്റെ പ്ലേസ് ഒന്ന് കണ്ടെത്തിയത്. നമ്മളെ ലഗേജ് കിട്ടിയിട്ടില്ല ഗായ്സ്. ലഗേജ് കിട്ടാൻ വേണ്ടി നമ്മൾ തിരയുകയാണ്. എവിടെയെന്ന് മാത്രം അറിയില്ല. കണ്ടുപിടിക്കാം.
ലഗേജ് കിട്ടി ഗൈസ്. ഞാൻ ഫസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് പറഞ്ഞല്ലേ, ആ ട്വിസ്റ്റാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലേന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ചെക്കിങ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രോളി ഉണ്ടായിരുന്നു. ആ ട്രോളി ഇപ്പം ഇല്ല. അതിന് ഞാൻ അവിടുന്ന് ഉപേക്ഷിച്ചു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഹാൻഡ് ലഗേജ് ആയിരുന്നു ട്രോളി. പക്ഷെ അത് സൈസ് എന്തോ കൂടുതലായ കാരണം അതിനെ ഹാൻഡ് ലഗേജ് ആക്കാൻ പറ്റില്ല, അത് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചു മീൻസ് പറഞ്ഞാൽ ഞാൻ അതിനെ എൻ്റെ ട്രാവലിംഗ് ബാഗിലേക്ക് മാറ്റി. കാരണം അവിടെ എക്സ്ട്രാ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ വരുന്നത്. ആ ട്രോളിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞാൻ ചെക്കൗട്ട് ചെയ്തിട്ട് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ കാക്കു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഇനി റൂമിലേക്ക് പോവുകയാണ് അവിടുന്ന്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ പറഞ്ഞാൽ ബൈ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.